നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ VP മധുസൂദനൻ പതാക ഉയർത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പരോൾ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലൈസൺ ഓഫീസർ വിമുക്തി മിഷൻ മുഖ്യാതിഥിയായി. കുട്ടികളിലുണ്ടാവുന്ന മാറ്റങ്ങൾ രക്ഷിതാക്കൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയാണെന്നും നമ്മൾ ഓരോരുത്തരും ലഹരിവിരുദ്ധ സന്ദേശവാഹകരാകണമെന്നും ആരോഗ്യമുള്ള യുവതലമുറ, ശക്തമായ നാട് എന്ന ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നും മുഖ്യാതിഥി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് ഗേൾ R അനാമിക സ്വാഗതം പറഞ്ഞു. സ്കൂൾ സെക്രട്ടറി PA സലാം ലിലീസ് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സ്കൂൾ ട്രഷറർ K അബ്ദുൽ ജലീൽ, ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ PT ബെന്നി, മറ്റ് അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളും യോഗ പ്രകടനവും പരിപാടിയെ കൂടുതൽ ആകർഷണീയമാക്കി. സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് ഷിഫാൻ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിച്ചു. സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ഒരു വേദിയിലേക്ക് ഞാൻ എത്തിപ്പെടാനുള്ളൊരു കാരണവും അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. ഈ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും TV യിലും ഒക്കെ വരുന്ന വാർത്തകൾ മാത്രമല്ല നിങ്ങളറിയുന്നുള്ളൂ, അതല്ലേ സത്യം. പക്ഷേ നിങ്ങളൊക്കെ അറിയുന്നതിൻ്റെ എത്രയോ ഇരട്ടി വാർത്തകൾ ഞങ്ങൾ അറിയുന്നുണ്ട് ഈ ഒരു രംഗത്ത് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിൽ. പക്ഷെ അതിനേക്കാളൊക്കെ സങ്കടം എന്താണെന്നറിയും, ഞങ്ങളും നിങ്ങളും അറിയാതെ പോകുന്ന വാർത്തകളാണ് അതിലും എത്രയോ ഇരട്ടി എന്നുള്ളതാണ് സത്യം. എത്രയോ മടങ്ങ് വാർത്തകൾ ആരും അറിയാതെ പോകുന്നത്, വീട്ടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടപ്പെടുന്ന വാർത്തകൾ. ഒന്നുകിൽ മക്കളെ ഭയന്നിട്ടാകാം, അല്ലെങ്കിൽ മക്കളുടെ ഭാവി ഭയന്നിട്ടാകാം. രക്ഷിതാക്കൾ ആരോടും മിണ്ടാതെ വീട്ടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടപ്പെടുന്ന വാർത്തകളാണ് അതിലും എത്രയോ ഇരട്ടി. ഞാനത് പറയാനുള്ളൊരു കാരണം, എന്നെ ഇഷ്ടംപോലെ രക്ഷിതാക്കൾ വിളിക്കാറുണ്ട് മക്കളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട്. അതൊരു പരാതി പറയാൻ വേണ്ടിയിട്ടല്ല, അതിനുമപ്പുറത്ത് സങ്കടം പറയാനുള്ള വിളികളാണ്. അവരുടെ സങ്കടം ഇറക്കി വെക്കാനുള്ളൊരു അത്താണി എന്ന രീതിയിലാണ് ചില വിളികൾക്ക് ഫോണൊക്കെ ഉണ്ടാകാറ്. ചില കോളുകൾ അരമണിക്കൂറിലധികം നീളം പോകും. അരമണിക്കൂറിലുണ്ടെങ്കിലും 10 മിനിറ്റ് പോലും പറച്ചിലുണ്ടാവില്ല, ബാക്കിയൊക്കെ കരച്ചിലുണ്ടാവുക ചില കോളുകൾ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ കോളുകളുടെയും അവസാനം എല്ലാ രക്ഷിതാക്കളും പറയാറ് ഒന്ന് മാത്രമേ ഉള്ളൂ: സാറങ്ങളിൻ്റെ കുട്ടീനൊന്നും ചെയ്യരുത് കേട്ടോ സാർ. എന്നു മുതലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകാൻ തുടങ്ങിയെന്ന് ചിന്തിച്ചിട്ടുണ്ട്? എന്നു മുതലാണ്? കൃത്യമായിട്ട് പറയാൻ പറ്റും നമുക്ക്, കോവിഡിന് ശേഷമാണ്. കോവിഡിന് ശേഷം എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 24 കൊല്ലമായി എക്സൈസിൽ. സമൂഹത്തെ അറിയുന്ന, സമൂഹം അറിയുന്ന ഒരാളായിട്ട് നമ്മുടെ മക്കളെ വളർത്താനുള്ളൊരു മനസ്സുകൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ഒരു ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. നമ്മളെ ഭരണഘടനയുടെ മൂല്യങ്ങളെ നമ്മൾ പലതും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണെന്ന് നാം ജീവിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ത്യയിലെ ഭരണഘടന നാനാവിഭാഗം ഭാഷകളും ദേശങ്ങളും മതങ്ങളുമൊക്കെ ഉള്ള ഒരു രാഷ്ട്രം എന്നുള്ള രീതിയിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ എല്ലാ മതങ്ങളും അവരുടെ മതങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും അതിനനുസരിച്ച് ആചാരങ്ങൾ നടത്തുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശങ്ങളൊക്കെ നമുക്കുണ്ട്. അതെല്ലാവർക്കും അറിയാം. പക്ഷേ അതിലുപരി ഇന്ത്യയിലെ ഭരണഘടന ഏറ്റവും പ്രസക്തമാകുന്നത് അതിൻ്റെ മതേതരത്വ സ്വഭാവം കൊണ്ടാണ്.
നമുക്ക് നമ്മുടെ മതങ്ങൾ പ്രചരിപ്പിക്കുവാനും ആചരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മറ്റ് മതങ്ങളെ ബഹുമാനിക്കുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുവാനും അവർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ജീവിക്കുവാനുമുള്ള ഒരു ബാധ്യതയും നമുക്കുണ്ട്. മതേതരത്വം എന്നാൽ ഒരു മതത്തെ അനുസരിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കുക എന്നല്ല. നമ്മൾ നമ്മുടെ മതത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് പോലെ തന്നെ മറ്റ് മതങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ ആചാരങ്ങളെയൊക്കെ അതിനനുസരിച്ചുള്ള ബഹുമാനങ്ങളും കാഴ്ചപ്പാടോടുകൂടി തന്നെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് നമുക്ക് തടസ്സങ്ങളില്ലാതെ മറ്റ് മതങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ആചരിക്കുന്നതിനും ഒന്നും തടസ്സങ്ങളില്ലാതെ ഉള്ള ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്. അത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ 77ാമത്തെ നമ്മുടെ റിപ്പബ്ലിക് ദിനം നമ്മളെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആ ഭരണഘടനയിലെ ശില്പികൾ ഉദ്ദേശിച്ചതുപോലുള്ള മതേതരത്വം നിലനിർത്തുവാൻ ശ്രദ്ധിക്കണമേ എന്ന് മെസ്സേജ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നീണ്ട ചർച്ചകൾക്കൊടുവിൽ സുദീർഘമായ സമയമെടുത്തുകൊണ്ട് ഒരുപക്ഷെ ലോകത്ത് ഒരു ഭരണഘടനയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കാത്ത സമയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി 3 വർഷത്തോളം എടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിപ്രഭാവം തെളിയിച്ച വിവിധ മേഖലകളിൽ എക്സ്പേർട്ടുകളായ 240ഓളം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്. ഈ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനും ഒരു മതത്തിൽ വിശ്വസിക്കാത്തവനും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ നിലനിർത്തുന്നത് ഈ ഭരണഘടനയാണ്. സങ്കടം എന്ന് പറയട്ടെ, വർത്തമാന കാലഘട്ടത്തിൽ ഈ ഭരണഘടന നൽകുന്ന മൂല്യങ്ങൾക്ക് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും അത്തരം ചെയ്തികൾ നടക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ആത്മബോധമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമവും പ്രയാസവും ദുഃഖവും തോന്നാറുണ്ട്. അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും അതുപോലെ തന്നെ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെയും ബാധ്യതയാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. വിവിധ മതങ്ങൾ, വിവിധ ആചാരങ്ങൾ, വിവിധ കൾച്ചറുകൾ, വിവിധ ഭൂപ്രകൃതികളുള്ള ഈ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ മനുഷ്യന്മാർ, പല പല ആഘോഷങ്ങളാണ് നമുക്ക്, പല പല മതങ്ങളാണ്, പല പല ഒത്തുചേരലുകളാണ്. ഇതെല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത്തരത്തിലുള്ള സെക്യുലർ സ്വഭാവമുള്ള മതമില്ലാത്ത ഈ ഭരണഘടന സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നമുക്കെന്നും അഭിമാനം. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വവും അഭിമാനവും നമ്മിൽ ഉണർത്തുന്ന the supreme law of our country. The Constitution teaches us to be fair, kind and equal. झंडा अपनी जान है, तिरंगा देश की शान है, कहता है सारे जग को इन रंग का झंडा प्यारा, कितना सुंदर कितना न्यारा, तीन रंग का झंडा प्यारा, कितना सुंदर कितना न्यारा. ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതോടെ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി തീർന്നു. ഭാരതം 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 വ്യാസകാളിദാസനും രവീന്ദ്രനാഥ ടാഗോറും ശ്രീകൃഷ്ണ ഗീതയമൃതം
Mr. Viju Karol, Assistant Excise Inspector, Excise Department, for gracing this occasion and inspiring us with his valuable presence. Thank you, sir. സാൻ മീഡിയ ന്യൂസ് തിരൂർ.